വി ആർ അനൂപ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ആർ അനൂപ്, CP ജോണിന്റെ ഇന്നത്തെ ഈ വാചകങ്ങൾ, പരാമർശങ്ങൾ സംസ്ഥാന സർക്കാർ ഓൺ ചെയ്യുന്നുണ്ടോ, കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? ജോൺ ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് അറിയില്ല. അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ അതിന്റെ ഒരു വിശദീകരണം ഏറ്റവും അവസാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം ഇത് മൂന്നും ബന്ധപ്പെടുത്തി പറഞ്ഞൊരു പ്രസ്താവനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊതുഗതാഗതത്തിലും പൊതുജനാരോഗ്യത്തിലും സർക്കാർ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അർത്ഥത്തിൽ ശ്രീ വി ആർ അനൂപ്, നമ്മൾ ഒരാൾ പറയുമ്പോൾ പറയുന്നതിനോട് വാക്കുകളോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ അടിക്കാവൂ. അവിടെ ഈ പറയുന്ന CP ജോണിന്റെയോ ആരെങ്കിലും മക്കളെ ഈ പറഞ്ഞതുപോലെ ഇത് വിദ്യാലയങ്ങളിൽ അയച്ചിട്ടുണ്ടോ? ഈ പൊതുജന ആരോഗ്യം അല്ലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അയച്ചിട്ടുണ്ടോ? ഈ കണ്ണാടി സ്വന്തം മുഖത്തോടു കൂടി ഇങ്ങനെ തിരിച്ചു വെക്കണം. ഇവരൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ എന്തേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ എത്രത്തോളം മേന്മയും കുട്ടികളെ കൊണ്ട് തിരക്കോടുകൂടി നല്ല നിലയിൽ പോകുമായിരുന്നില്ലേ? ഈ പറയുന്നതിനൊരു യുക്തി വേണമല്ലോ. ബഹുമാന്യനായ CP ജോണിന്റെ മക്കൾ ഏത് വിദ്യാലയത്തിലാണ് പഠിച്ചതെന്ന് വ്യക്തികളായി എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ മകൾ JNU എന്നൊക്കെ പഠിച്ചവരെ എനിക്കറിയാം. സ്കൂളിംഗ് എവിടെ ആയിരുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ സാധാരണക്കാർ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന വലിയൊരു പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം അവസാനം വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ല ശ്രീ വി ആർ അനൂപ്, അപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, ഞാൻ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും വിവാദമായ സ്ഥിതിക്കാണ് ഇത് സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതികരണം, വിമർശനങ്ങൾ വന്ന മുറയ്ക്കാണ് അദ്ദേഹം അല്പം ഇങ്ങനെ കിടന്ന് മെഴുകി, നമ്മൾ പറയല്ലോ ഇങ്ങനെ ഉരുണ്ട മാതിരി, ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന് ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ്? ഇതിൽ മാപ്പ് പറയേണ്ട ഒരു വിഷയമല്ലേ മന്ത്രി? തീർച്ചയായും മാപ്പ് പറയേണ്ടതല്ലേ? കേരളത്തെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതല്ലേ? തീർച്ചയായും അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു, ഇതൊരു ഉദാരതയായോ ഔദാര്യമായോ കാണേണ്ടതില്ല, അത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന് അദ്ദേഹം തന്നെ അവസാനം വിശദീകരിച്ചു. തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാടും സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇതൊരു അവകാശമാണ് എന്നുള്ളത് തന്നെയാണ്. ഇതൊരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചാണ്. ഏതെങ്കിലും ഔദാര്യ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നല്ല, മറിച്ച് സ്ത്രീകളുടെ ക്രയശക്തിയും സ്ത്രീകളുടെ പുറത്തേക്കുള്ള അവരുടെ മൊബിലിറ്റിയും കൂട്ടാൻ എന്നുള്ള തരത്തിൽ ആവിഷ്കരിച്ചൊരു പദ്ധതി തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ശരി, വളരെയധികം നന്ദി. എന്തായാലും